വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇപ്പോഴും മഴ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങൾക്കിടെ മഴക്കെടുതിയിൽ 34 പേരാണ് മരിച്ചത്. അസം, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയബാധിത മേഖലകൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകി. വിനിത വിജി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനിത, ഗുഡ് മോർണിംഗ്. ഡൽഹിയിലൊക്കെ മഴയില്ലല്ലോ, മറ്റുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മഴയിൽ കെടുതികൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഡൽഹിയിൽ ഇടവിട്ട് സാഹചര്യങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ട്. പക്ഷേ മറ്റ് സമയങ്ങളിലൊക്കെ കടുത്ത ചൂടാണ്. ഈ ചൂടിനിടയ്ക്ക് ഒരു ആശ്വാസം എന്ന നിലയിലാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മഴ കൂടി നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ ഡൽഹിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ പൊടിക്കാറ്റ് കൂടിയുണ്ട്. പക്ഷേ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയാണ്. ഈ ഒരു പ്രളയ സാഹചര്യം തന്നെയാണ് അസമിലും സിക്കിമിലും അടക്കമുള്ളത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ 3 ദിവസത്തിനിടെ മഴക്കെടുതിയിൽ മരണം 34 ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിരവധി കുടുംബങ്ങൾ ഈ സിക്കിമിലും ആസാമിലും ഉൾപ്പെടെ നിരവധി ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ അസം, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചിരിക്കുകയാണ്. അവിടെ ഈ പ്രളയ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഉറപ്പു നൽകിയിട്ടുമുണ്ട് അദ്ദേഹം. ഒപ്പം മണിപ്പൂർ ഗവർണറുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. പ്രളയബാധിത മേഖലകൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ഉറപ്പു നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. അസമിൽ 19 ജില്ലകളെയാണ് ഈ മഴക്കെടുതി ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം നിരവധി ടൂറിസ്റ്റുകളൊക്കെ ആ മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ സുരക്ഷിതമായി മാറ്റിയിട്ടുമുണ്ട്. അസമിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ പ്രഖ്യാപിച്ചതായി അസം മന്ത്രി ജയന്ത മല്ല ബറുവ അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു അലേർട്ട് തുടരുകയാണ്. മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല മേഖലകളിലും അസമിലൊക്കെ പല മേഖലകളിലും മണ്ണിടിച്ചിലടക്കം ഉണ്ടായിട്ടുണ്ട്. സിക്കിമിൽ നദി കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നദി മേഖലകളിലും ഇത്തരത്തിലേക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലുമൊക്കെ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ഓക്കെ, താങ്ക് യു വിനിത വിജി.